This shows the frequency response of an integrator. What we have shown here as a straight line is the frequency response of a basic integrator. അപ്പോൾ അത് ഫ്രീക്വൻസി വളരെ കുറവാകുമ്പോൾ അല്ലെങ്കിൽ 0 ആവുന്ന സമയത്ത് ഗെയിൻ വളരെ കൂടുതലാണ്. ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറഞ്ഞത് വലിയൊരു ഡെസിബൽ ഗെയിൻ ആയിട്ട് 100 ഡെസിബൽ, ഇറ്റ്സ് എ വെരി ലാർജ് ഗെയിൻ ആവുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഫ്രീക്വൻസി കൂടുന്തോറും ഗെയിൻ അങ്ങനെ കുറഞ്ഞു വരും. പിന്നെ ഒരു വലിയ ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് ഗെയിൻ 0 ഡെസിബലാണ്. 0 ഡെസിബൽ ആയി കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ ഗെയിൻ 1 ആണ്. അതിന്റെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗെയിൻ നെഗറ്റീവ് ആവും ഡെസിബലില്. ഫ്രാക്ഷണൽ വാല്യൂ ലെസ് ദാൻ 1 ആവും. അന്നേരം അതൊരു ആംപ്ലിഫയർ ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഇന്റഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഗെയിൻ ഫ്രീക്വൻസി കൂടുന്തോറും ഗെയിൻ അങ്ങനെ കുറഞ്ഞു പോവുകയാണ് വേണ്ടത്. പിന്നെ ഗെയിൻ 0 ഡെസിബൽ ആകുന്നത് ഏത് ഫ്രീക്വൻസിയിലാണോ അതുവരെയുള്ള ഫ്രീക്വൻസിനെ പ്രോപ്പറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതിന്റെ മുകളിലുള്ള ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞാൽ ഗെയിൻ കുറയുന്നുണ്ട്, ലെസ് ദാൻ 1 ആവുന്നുണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ആംപ്ലിഫയർ എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൊ ഈ ഒരു പോരായ്മ, ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ ഇൻഫിനിറ്റി ആണ്, ഓപാമ്പ് നോൺ ലീനിയർ റീജിയനിലാണ് എന്നുള്ളത് ഓവർകം ചെയ്യണം. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി നോയ്സിൽ ഫ്രീക്വൻസി വളരെ കൂടിയാൽ ഗെയിൻ ലെസ് ദാൻ 1 ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി നോയ്സ് ഒരു സിഗ്നലിന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഇപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ നടക്കുന്ന റേഞ്ചിലുള്ള ഫ്രീക്വൻസി അല്ലേ ഇൻപുട്ട് സിഗ്നലിലുള്ളൂ, എന്നിട്ട് എന്താണ് ഗെയിൻ ഇങ്ങനെ കുറഞ്ഞത് എന്നുള്ള ഒരു സാധ്യത വരാം. അപ്പോഴും അത് ഇന്റഗ്രേറ്റർ എന്ന ഒരു കോൺസെപ്റ്റ് ആവാത്ത രീതിയിൽ പെർഫോമൻസ് നടത്തി കളയാം. അപ്പൊ ഹൈ ഫ്രീക്വൻസി നോയ്സും ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ആ റെസിസ്റ്റൻസ് കപ്പാസിറ്ററിന് പാരലൽ ആയിട്ട് ഫീഡ്ബാക്ക് പാത്തിൽ വെക്കുക എന്നുള്ളത്. അങ്ങനെ വെക്കുമ്പം ഗെയിൻ റെസ്പോൺസ് നമുക്ക് വന്നത് ഒരു പോളിന്റെ റെസ്പോൺസ് ആണ്. ആ പോൾ ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് that is 1/2π RFCF ആണ്. RFCF ഇതിന്റെ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിന്റെ താഴെയുള്ള ഫ്രീക്വൻസി ഉള്ള ഇൻപുട്ട് സിഗ്നൽ ആണെങ്കിൽ അതിനെ ഡിനോമിനേറ്ററിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. ഗെയിൻ RF/R1 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ഗെയിൻ ആയിട്ട് മാറും. അപ്പോൾ ലോ ഫ്രീക്വൻസിയിലെ ഗെയിൻ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന പ്രയാസം ഒഴിവാക്കപ്പെട്ടു. ഇനിയിപ്പോൾ ഒരു DC സിഗ്നൽ കൊടുത്താൽ തന്നെ ഗെയിൻ RF/R1 എന്നുള്ള ഗെയിൻ ആയിട്ട് മാറും. പിന്നെ ഫ്രീക്വൻസി കൂടുന്തോറും ഗെയിന് മാറ്റമൊന്നുമില്ല. when the frequency becomes equal to FA ഫ്രീക്വൻസി 3 dB ഫ്രീക്വൻസി, അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി ആവുമ്പോഴേക്കും ഗെയിൻ 3 dB കുറയും. RF/R1 എന്നുള്ള മിഡ് ബാൻഡ് ഗെയിൻ -3 dB ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ പോൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ കോർണർ ഫ്രീക്വൻസി. ഇതിനുശേഷം ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ കൂടുന്തോറും ഗെയിൻ കുറഞ്ഞു പോകും at a roll-off rate of 20 dB per decade. അപ്പൊ എക്സാക്ട് ഇന്റഗ്രേഷൻ എന്നുള്ള ആക്ടിവിറ്റി നടക്കുന്നത് ഈ ഫ്രീക്വൻസി തൊട്ട് ഈ 0 dB ഗെയിൻ വരുന്ന ഫ്രീക്വൻസി വരെയാണ്. ആ സമയത്താണ് കാരണം ബേസിക് ഇന്റഗ്രേറ്റർ റെസ്പോൺസ് ആയിട്ട് ഇത് മാറുന്നത്. ഗെയിൻ ഇങ്ങനെ ഫ്രീക്വൻസി കൂടുന്നതോറും കുറയുന്ന റെസ്പോൺസ് ആയിട്ട് മാറുന്നത്. സോ വി മേ colloquially say that it will function as a basic integrator or a practical integrator in the frequency range from FA to F. F will be generally of the order of the UGB frequency of the Opamp. അതൊരു മെഗാ ഹെഡ്സ് അല്ലെങ്കിൽ a few megahertz റേഞ്ചിൽ വരും. അപ്പൊ FA തൊട്ടേ ഉള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് എടുക്കണ്ട. FA you can fix it as a 10 hertz. 10 hertz തൊട്ട് ഇന്റഗ്രേഷൻ നടക്കണം എന്ന രീതിയിൽ ഈ FA ഇവിടെ ഡിസൈൻ ചെയ്താൽ മതി. അതിനനുസരിച്ച് RFും CFും ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രീക്വൻസി തൊട്ടും ഇന്റഗ്രേഷൻ നടക്കുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ ആയിട്ട് ഇതിനെ മോഡിഫൈ ചെയ്യാൻ കഴിയും എന്നർത്ഥം. സോ ദിസ് ഈസ് അബൌട്ട് ദി ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ഇന്റഗ്രേറ്റിംഗ് ആംപ്ലിഫയർ ഓർ ആൻ ഇന്റഗ്രേറ്റർ. വി വിൽ നൗ മൂവ് ഓൺ ടു എ ഡിഫറൻഷിയേറ്റർ or differentiating amplifier. അപ്പോൾ ബേസിക് ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിനെ പറ്റി ഇപ്പം പറയാം. ഡിഫറൻഷിയേറ്റിംഗ് ആംപ്ലിഫയർ ആവാൻ ഇന്റഗ്രേറ്ററിന്റെ നേരെ കോൺവേഴ്സ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കോൺഫിഗറേഷൻ എടുക്കുക. ഇന്റഗ്രേറ്റർ ആക്കാനും വേണ്ടിയിട്ട് ഇന്റഗ്രേറ്ററിന്റെ RC ഇൻപുട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ്, ഫീഡ്ബാക്കിൽ കപ്പാസിറ്റൻസ്. അപ്പൊ ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇതിന്റെ സെനാരിയോ വായിക്കുന്ന സമയത്ത് ഇന്റഗ്രേറ്ററിന് IRC എന്നാണ്. I used to remember it. Integrator. RC is the code for one of my teachers. രാധാകൃഷ്ണൻ സി എന്നായിരുന്നു സാറിന്റെ പേര്. അപ്പൊ RC എന്നുള്ള
ഒരു അബ്രീവിയേഷനില്ല സാർ എപ്പോഴും പറയും IRC, അയാളെ പോലെ ആവണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിൽ ഞാനിത് ഇങ്ങനെയാണ് ഓർത്ത് വെക്കാറുള്ളത്. ഇന്റഗ്രേറ്റർ RC കോൺഫിഗറേഷൻ ആണ്. ഡിഫറൻഷിയേറ്റർ നേരെ തിരിച്ചാണ്. അപ്പം ഇന്റഗ്രേഷന്റെ കോൺവേഴ്സ് ബിഹേവിയർ ആണല്ലോ ഡിഫറൻഷിയേഷൻ ഉണ്ടായിരിക്കാറുള്ളത്. അപ്പോൾ ഡിഫറൻഷിയേറ്റർ ആവുന്ന സമയത്ത് CR എന്ന കോൺഫിഗറേഷൻ ആണ് വേണ്ടി വരിക. ഇൻപുട്ട് കൊടുക്കുന്ന കപ്പാസിറ്ററിൽ ഫീഡ്ബാക്ക് പാത്തിൽ റെസിസ്റ്റൻസ്. ഈ കപ്പാസിറ്ററിന് ഞാൻ C1 എന്നാണ് ലേബൽ ചെയ്തേക്കുന്നത്, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസിനെ RF എന്ന്. Again we apply the concept of virtual ground occurring at the inverting terminal of the Opamp and apply Kirchhoff current law to this path. And current through this capacitor is equal to current through the feedback resistance. കപ്പാസിറ്ററിലൂടെയുള്ള കറന്റ് dQ/dt ആണ്. d/dt of charge stored in this capacitor is value of capacitance into drop across this capacitor. Value of capacitance C1 ആണ്. Drop Vin minus 0, that is Vin. So C1 into Vin. d/dt of C1 into Vin equal to current through this feedback resistance. Drop across this resistance 0 minus VO by RF. For VO is equal to minus RF C1 dVin by dt. So for this amplifier, the output is proportional to the time derivative of the input, and hence this amplifier is often referred to as a differentiating amplifier or a differentiator. ഇനി ഡിഫറൻഷിയേറ്ററിന് ഇൻപുട്ട് അനുസരിച്ച് ഔട്ട്പുട്ടിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് നോക്കാം. കോൺസ്റ്റന്റ് DC ഇൻപുട്ട് കൊടുത്താൽ dVin/dt എന്നുള്ളത് dVin 0 ആണ്, കോൺസ്റ്റന്റ് DC ആവുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇല്ല, ഔട്ട്പുട്ട് 0 വോൾട്ട് ആയിരിക്കും. റാമ്പ് വോൾട്ടേജ് ആണ് കൊടുത്തത് എങ്കിൽ അതൊരു കോൺസ്റ്റന്റ് DC ആയിട്ട് മാറും. റാമ്പ് വോൾട്ടേജ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 0-ൽ നിന്ന് 5 വോൾട്ടിലേക്ക് വേരി ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഇൻ എ ഡ്യൂറേഷൻ ഓഫ് 1 millisecond 2 millisecond എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ dV എന്ന് പറയുന്നത് 5 - 5 ഡിവൈഡഡ് ബൈ അതിനാവശ്യമായ ടൈം, ഇതിന്റെ ഈ ടൈം ഡ്യൂറേഷൻ എത്ര 1 millisecond എങ്കിൽ 1 millisecond എന്ന് നമ്മൾ കൊടുക്കുക. അപ്പൊ അത് 5 × 10⁻³ 5 കിലോ വോൾട്ട് എന്നൊക്കെയുള്ള റേഞ്ചിലുള്ള ഒരു വോൾട്ടേജ് ആയിട്ട് മാറും. അപ്പൊ റാമ്പ് വോൾട്ടേജ് ആണ് ഇൻപുട്ടിന് ഡിഫറൻഷിയേറ്ററിന് കൊടുത്തതെങ്കിൽ അതൊരു ഓപ്പോസിറ്റ് ഡയമെൻഷനിലുള്ള കോൺസ്റ്റന്റ് DC ആയിട്ട് മാറും, ഇൻവെർട്ടഡ് കോൺസ്റ്റന്റ് DC. നെഗറ്റീവ് ഗോയിങ് റാമ്പ് കൊടുത്താൽ പോസിറ്റീവ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആവും, പോസിറ്റീവ് ഗോയിങ് റാമ്പ് കൊടുത്താൽ നെഗറ്റീവ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിട്ടാണ് മാറും. അപ്പൊ ട്രയാങ്കുലർ വേവ് വിച്ച് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് റാമ്പ്, ആൾട്ടർനേറ്റ് റൈസിംഗ് ആൻഡ് ഫോളിംഗ് റാംസ് ആണ് ട്രയാങ്കുലർ വേവ്. അപ്പൊ ഈ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെർട്ടഡ് കോൺസ്റ്റന്റ് DC ഇവിടെ കിട്ടും. ഈ ഫാളിംഗ് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അത്രയും സമയത്തേക്ക് ഇൻവെർട്ടഡ് കോൺസ്റ്റന്റ് DC പോസിറ്റീവ് ഹാഫിൽ കിട്ടും. ഇത് രണ്ടും ഈക്വൽ ടൈം ഡ്യൂറേഷൻ ആണെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടുന്നത് ദാറ്റ് വിൽ ബി എ സ്ക്വയർ വേവ്. ഡിഫറെന്റ് ടൈം ഡ്യൂറേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത്, ഇൻപുട്ടിൽ നമ്മൾ കൊടുത്തത് ഒരു സോ ടൂത്ത് ആണെന്ന് പറയാം, അപ്പൊ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ദാറ്റ് വിൽ ബി റെക്ടാങ്കുലർ വേവ്. സ്ക്വയർ വേവ് ആണ് കൊടുത്തത് എങ്കിൽ സ്ക്വയർ വേവ് കോൺസ്റ്റന്റ് വോൾട്ടേജിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഇൻപുട്ടിൽ നമ്മൾ കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് കൊടുത്തത്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഈ കോൺസ്റ്റന്റ് വോൾട്ടേജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഔട്ട്പുട്ട് 0 ആണ്. നമ്മളിപ്പം പറഞ്ഞു കോൺസ്റ്റന്റ് DC കൊടുത്ത ഔട്ട്പുട്ട് 0 ആണ്. പക്ഷെ ഈ ഒരു ഇൻസ്റ്റന്റിൽ ഈ ഒരു ലാർജ് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ട്. ഇത് +5 ഇത് -5 ആണെങ്കിൽ ഒരു 1 microsecond അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിനകത്ത് -5 ദാറ്റ് ഈസ് -5 ദാറ്റ് ഈസ് 10 വോൾട്ടിന്റെ വേരിയേഷൻ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ഗോയിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നെഗറ്റീവ് സ്പൈക്ക് നമുക്ക് കിട്ടും. പിന്നെ ഈ നെഗറ്റീവ് ടു പോസിറ്റീവ് ഗോയിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വോൾട്ടേജ് വേരിയേഷൻ, പിന്നെ വീണ്ടും ഈ കോൺസ്റ്റന്റ് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. ഈ വോൾട്ടേജ് വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് 5 വോൾട്ട് -5 10 വോൾട്ടിന്റെ വേരിയേഷൻ ആയിട്ടുള്ള ഒരു സിഗ്നൽ, ഒരു ഷാർപ്പ് പൾസ് കിട്ടും. അപ്പോൾ സ്ക്വയർ വേവ് ആണ് നമ്മൾ കൊടുത്തത് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള വേവ് ഫോമുകൾ ആയിരിക്കും. These waveforms are referred to as spike. ഈ 100 മീറ്റർ സ്പ്രിന്റിൽ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഒക്കെ ബൂട്ടിനടിയിൽ ഈ രീതിയിലുള്ള മുള്ളുകൾ ഉണ്ടാവും. ഈ മുള്ളുകൾ അതിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് അവർക്ക് കൂടുതൽ വേഗതയൊക്കെ കൈവരിക്കാൻ കഴിയും.
ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ മുടി ഈ രീതിയിൽ ഷേപ്പ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്പൈക്ക് ആക്കുക എന്നാണ് പറയുന്നത്. ആ സ്പൈക്ക് എന്നുള്ളത് ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ്. അപ്പോൾ ഈ വേവ് ഫോമിന്റെ നെയിം ദാറ്റ് ഈസ് സ്പൈക്ക്. സ്ക്വയർ വേവ് കൊടുത്താൽ സ്പൈക്ക് ആണ് കിട്ടുക. സൈൻ വേവ് കൊടുത്താൽ ഒരു ഇൻവെർട്ടഡ് കൊസൈൻ വേവ് ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. So this is about the waveforms of a differentiator. Now we will have some problems. Sketch the output of the following in each case. അപ്പോൾ ഓരോ 3 വേവ് ഫോം കൊടുത്തിട്ടുണ്ട്. ഒരു ബേസിക് ഡിഫറൻഷിയേറ്റർ ആണ് തന്നിട്ടുള്ളത്. ഇൻപുട്ട് ഇവിടെ വരുന്നു. ആ ഇൻപുട്ടുകൾ ഈ വേവ് ഫോമുകളൊക്കെയാണ്. അങ്ങനെ ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കപ്പാസിറ്റൻസ് 10 മൈക്രോഫാരഡ് ആണ്. റെസിസ്റ്റൻസ് 10 കിലോ ഓം ആണ്. ദിസ് ഈസ് ആൻ ഓപ്പാം. യു ഹാവ് ടു ഷോ പ്ലസ് VCC and minus VEB ഹിയർ ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ഹിയർ. ഇൻപുട്ട് ഇങ്ങനെ ഒരു വേവ് ഫോം ആണ്, ഒരു ട്രപ്പീസിയം ടൈപ്പ് വേവ് ഫോം. അപ്പൊ ആദ്യത്തെ 100 മൈക്രോ സെക്കൻഡ് സമയത്തേക്ക് ഒരു പോസിറ്റീവ് ഗോയിങ് റാമ്പ് ആണ്. പിന്നെ 100 to 200 മൈക്രോ സെക്കൻഡ് സമയത്തേക്ക് ഒരു കോൺസ്റ്റന്റ് DC 5 വോൾട്ട് ആണ്. ദെൻ 200 to 300 ഒരു നെഗറ്റീവ് ഗോയിങ് റാമ്പ് ആണുള്ളത്. രണ്ടാമത്തെ കേസിൽ ഒരു ട്രയാങ്കുലർ വേവ് കൊടുത്തു. മൂന്നാമത്തെ കേസിൽ ഒരു സ്ക്വയർ വേവ് കൊടുത്തു. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്വയർ വേവ് കിട്ടും. ഇതിന് സ്ക്വയർ വേവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത ട്രയാങ്കുലർ വേവാണ്. ട്രയാങ്കുലർ വേവിനെ അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത സ്ക്വയർ വേവ് ആണ് കിട്ടുക. ഇത് ഒരു സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവ് കൊടുത്ത സ്പൈക്ക് ആണ് കിട്ടുക. ഒരെണ്ണം മാത്രം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. VO = -RF/C1 dVin/dt. ദാറ്റ് ഈസ് RF 10K 10⁴ എന്ന് വന്നു. C 10 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 10 × 10⁻⁻⁶ dVin/dt. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 10⁴ + 1 5 10⁻⁻⁶ 10⁻⁻1 dVin/dt. ഇനി ആദ്യത്തെ 100 മൈക്രോ സെക്കൻഡ് സമയത്തേക്കുള്ള ഔട്ട്പുട്ട് അപ്പം -10⁻⁻1 മൈനസ് ഇൻ ദ സെൻസ് ദാറ്റ് ബേസിക്കലി ദിസ് ഈസ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. 5 - 0 5 വോൾട്ട് ആണ് ലാസ്റ്റ് വോൾട്ട്. ഇവിടെ 0 ആണ്. അപ്പോൾ വോൾട്ടേജ് ഡിഫറൻസ് dV എന്ന് പറയുന്നത് 5 - 0/dt. അതിനെടുത്ത ടൈം 100 മില്ലി സെക്കൻഡ് ആണ്. ദിസ് ഈസ് മില്ലി സെക്കൻഡ്. അപ്പോൾ 100 10⁻⁻3 അപ്പോൾ ഇത് 10⁻⁻1 വന്നു. 10⁻⁻1 10⁻⁻1 വെട്ടിപ്പോയി. -5 വോൾട്ട് എന്നാണ് വന്നത്. അപ്പോ ആദ്യത്തെ 100 മില്ലി സെക്കൻഡ് സമയത്തിനുള്ളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് -5 വോൾട്ട് എന്ന കോൺസ്റ്റന്റ് DC ആയിട്ട് നിൽക്കും. ഇനി കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് ഇനിയുള്ള 100 മില്ലി സെക്കൻഡ് കൊടുത്തത്. അപ്പൊ dV എന്ന് പറയുന്നത് ഇവിടെ 5 വോൾട്ട്, ഇവിടെ 5 വോൾട്ട്, 5 - 5 0. അന്നേരം ഔട്ട്പുട്ട് 0 ആയിട്ടിരിക്കും. ഇനി അടുത്ത കേസിൽ അടുത്ത 100 മില്ലി സെക്കൻഡ് സമയത്തേക്ക് വന്നത് ഒരു നെഗറ്റീവ് ഗോയിങ് റാമ്പാണ്. നെഗറ്റീവ് ഗോയിങ് റാമ്പിന്റെ വോൾട്ടേജ് വേരിയേഷൻ അപ്പോൾ ഇവിടെ 0 ഇവിടെ 5. അങ്ങനെ വരുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ 5 ഇവിടെ 0. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസ് ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസ് dV എന്ന് പറയുന്നത് 0 - 5/100 മില്ലി സെക്കൻഡ് -10⁻⁻1 ഇവിടെ ഇടുകയും ചെയ്ത് ദാറ്റ് ഈസ് +5 വോൾട്ട്. അപ്പോൾ +5 വോൾട്ട് കോൺസ്റ്റന്റ് DC ആണ് കിട്ടുക. അപ്പോൾ വേവ് ഫോം ദിസ് വിൽ ബി എ സ്റ്റെപ്പ് വേവ് ഫോം ലൈക്ക് ദിസ്. Now these two cases that you can do. Here in this case you will be getting this as ഇതൊരു ഇൻവെർട്ടഡ് പോസിറ്റീവ് ഗോയിങ് റാമ്പ് ആവുന്ന സമയത്ത് ഒരു നെഗറ്റീവ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുക. പിന്നെ നെഗറ്റീവ് ഗോയിങ് റാമ്പ് ആവുന്ന സമയത്ത് ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് വോൾട്ടേജും കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വേവ് ഫോം സ്ക്വയർ വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ കേസിൽ 5 വോൾട്ട് ആ കോൺസ്റ്റന്റ് DC വരുന്ന സമയത്തെല്ലാം ഔട്ട്പുട്ട് 0 ആയിട്ടിരിക്കും. 0 ആയിട്ട് കാണിച്ചു. ഇനി ഈ വോൾട്ടേജ് ആവുന്ന സമയത്ത് -10 വോൾട്ട് വിത്ത് ഇൻവേർഷൻ. -10 വോൾട്ടിന്റെ ഇൻവേർഷൻ കൂടെ കൊടുത്താൽ +10 വോൾട്ട്. അപ്പൊ ഇങ്ങനെയാണ് വേവ് ഫോം കിട്ടുക. പോസിറ്റീവ് സ്പൈക്ക് കിട്ടും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 വോൾട്ട് -5 വോൾട്ട് 10 വോൾട്ട് പിന്നെ അതിന്റെ ഇൻവേർഷനും കാണിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേവ് ഫോം ആണ് കിട്ടുക. സോ യു വിൽ ബി ഗെറ്റിംഗ് എ സ്പൈക്ക് ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് അബൌട്ട് ദി ഡിഫറൻഷിയേറ്റർ ഔട്ട്പുട്ട്. ഇതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഈ കാൽക്കുലേഷൻ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഇതിൽ ലേബൽ ചെയ്യണം. എക്സാമിനേഷൻ അങ്ങനെയാണ് വരിക.
Now we will have to move on to the frequency response of a practical differentiator.